കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റിൽ മുംബൈ സ്റ്റൈൽ മിസൽ പാവ്. നല്ല ഹെൽത്തിയാണ്. ഇതിൽ മിക്സ് ഗ്രെയിൻസാണ് ഉപയോഗിക്കുന്നത്. മിക്സ് ഗ്രെയിൻസ് രാത്രി മുഴുവൻ കുതിർത്തതിന് ശേഷം ചെറുങ്ങനെ മുള വരുന്നത് വരെ നമ്മളൊന്ന് വെള്ളമൊക്കെ അരിച്ചതിന് ശേഷം വെച്ചിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ വൈകുന്നേരമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ഗ്രെയിൻസൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ട തക്കാളി, പിന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ തന്നെയാണ് ഐറ്റംസ്. അതൊക്കെ കട്ട് ചെയ്ത് വെക്കാം. തക്കാളി ഞാനൊരു മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് ക്രാക്കിളായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കും. സവാള ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 4-5 പച്ചമുളക് നേർമയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് നമ്മൾ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും നന്നായിരിക്കും. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ ആ പച്ചമുളകൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഒരല്പസമയം മൂടി വെച്ച് വെക്കുന്നുണ്ട്. 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൽ പ്രഷറൊക്കെ റിലീസായിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മളെ ഗ്രെയിൻസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. സൈഡിൽ വെക്കാം. ഇനി നമ്മളെ തക്കാളിയുടെയും ആ സവാളയും ഒക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് നന്നായി ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതേപോലെ മിസൽ മസാലയുടെ റെഡിമെയ്ഡ് മിസൽ മസാല പാക്കറ്റ് കിട്ടും. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മൾ സാമ്പാറിന് ചിക്കനൊക്കെ നമ്മൾ മസാല വറക്കില്ലേ, കൊപ്രയൊക്കെ ഇട്ടിട്ട് അതേപോലെ ബാക്കി ഗരം മസാല, കൊപ്ര, കൊറിയാണ്ടർ സീഡ്സൊക്കെ ഇട്ട് അതേപോലെ വറുത്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് പൊടിച്ച് ചേർത്താൽ മതിയാവും. നമ്മളിവിടെ മിസൽ മസാല ഇതേപോലെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ട് എരിവ് അധികമില്ല. ഇനി നമ്മൾ മിസൽ മസാലയുടെ ഈ ഒരു പാക്കറ്റ്, ഇത് ഒരു 10 രൂപയുടെ പാക്കറ്റാണ്. ഇത് മുഴുവനായും ഇതിലേക്ക് കൊടുക്കാം. ഇപ്പോൾ മിസൽ മസാലയുടെ പാക്കറ്റ് ഇല്ലെങ്കിൽ നമ്മൾ കൊപ്രയും അതേപോലെ ഹോൾ ഗരം മസാലയും പിന്നെ കൊറിയാണ്ടർ സീഡ്സും ഒക്കെ ഇട്ട് റോസ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. അതിൻ്റെ റെസിപ്പി ഇപ്പോൾ നമ്മൾ മസാലയുടെ പാക്കറ്റുള്ളതുകൊണ്ട് അതിട്ട് അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ചൂടാക്കി എടുക്കാം. കുറച്ച് സമയം മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മിക്സറിൻ്റെ ജാറിൽ തക്കാളി അടിച്ച ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗ്രെയിൻസ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത് മസാലപ്പൊടിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്, പച്ചക്കത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ഗ്രെയിൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ കുറേ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണം, കാരണം ഇതിൽ രസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രേവി കൂടുതലായിരിക്കണം നമ്മൾ പാവിൻ്റെ കൂടെ. നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിൽ പ്രഷർ കുക്കറിലുള്ള ബാക്കി അതിൽ പറ്റിയതൊക്കെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി കുറച്ച് ചെറുതായിപ്പോയി, അതുകൊണ്ട് ഇത് പുറത്തേക്ക് തോഴി വരുന്നത് പോലെ ഉണ്ട്. നല്ല കുഴപ്പമില്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളക്കാൻ വേണ്ടി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നന്നായി ഇത് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ മിസലിലേക്ക് നന്നായി തിള വന്നിട്ടുണ്ട്. അതൊക്കെ ചീനച്ചട്ടി കുറേ ചെറുതായിപ്പോയി, അതുകൊണ്ട് കുറച്ച് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ഒന്നുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യാം. ഫർസാൻ കൂട്ടി ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യും കഴിക്കാൻ നേരത്തെ. പക്ഷേ ഫർസാൻ എന്നിട്ടില്ലായിരുന്നു, കിട്ടുകയാണെങ്കിൽ അതും കൂടി ഇട്ട് നമ്മൾ ഗാർണിഷ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ മിസൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറേ അധികം മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ആക്കാം. ഇനി ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പാവാണ് ഉപയോഗിക്കുന്നത്. പാവ് ഒന്ന് ബട്ടർ ഇട്ടിട്ടൊന്ന് നന്നായി ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ തവ വെച്ചിട്ടുണ്ട്. തവയിൽ ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് പാവ് വെച്ച് വെക്കാം. പാവിട്ട് രണ്ട് പുറവും നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് മുളക് പൊടി തൂവിക്കൊടുക്കാം. കുറച്ചുകൂടി ബട്ടർ എല്ലായിടത്തും പരത്തി കൊടുക്കാം. അപ്പോൾ ചൂട് പാവും മിസലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല സ്പൈസി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ജിമ്മിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് എല്ലാ ധാന്യങ്ങളും പ്രോട്ടീൻസൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇത് തീർച്ചയായും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കാം കാലിയാവും പാത്രം. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിന് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്സ് ടൈമിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലെ രസം, ആ ജ്യൂസ്, അത് വേറൊരു കട്ടോരിയിൽ എടുത്ത് വെച്ച് കൊടുക്കാം. ആവശ്യമെങ്കിൽ ഇത് ഒഴിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇടാനുള്ള ഫർസാൻ എൻ്റെ അടുത്തില്ലായിരുന്നു, ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ചൂടുള്ള ബട്ടർ പാവും ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പച്ച ഉള്ളി അരിഞ്ഞത് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയും വെച്ച് കൊടുക്കാം. ചെറുനാരങ്ങ ജ്യൂസ് ഇതിൽ സ്ക്വീസ് ചെയ്തിട്ട് കഴിക്കുന്നവർക്ക് കഴിക്കാം. ഇതൊക്കെ ഇതിൻ്റെ നമ്മൾ ഫർസാൻ കിട്ടിയിട്ടില്ല. ഫർസാൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ട് കഴിക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഒന്ന് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കൊന്ന് കഴിച്ച് നോക്കാം.